ഗോവയിൽ നിന്നൊരു സന്ധ്യായാത്ര. ഗോവയിലെ വാസ്കോഡ ഗാമ. ശാന്തതയും ചരിത്രവും ചേരുന്ന ഒരു നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഞായറാഴ്ചകളെ ഞാൻ സ്വന്തമാക്കാറുണ്ട്. അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് ഞായറാഴ്ച വൈകുന്നേരങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് നീണ്ട യാത്രകളുടെ ദിനമായിരുന്നു. അതിലേറ്റവും പ്രിയപ്പെട്ടത് 30 കിലോമീറ്ററോളം നീളുന്ന ദീർഘ നടത്തം. എന്നാൽ ആ യാത്രയിൽ എനിക്ക് ഒരു പ്രത്യേക താല്പര്യം തോന്നിയിരുന്നത് ഒരൊറ്റ വഴിയിലേക്കായിരുന്നു എൻ്റെ ശ്രദ്ധ. ത്രീ കിങ്സ് ചർച്ച്. അതെ, ഭൂതങ്ങൾ ഉണ്ടെന്ന് പറയുന്ന പള്ളി. വഴിയൊരുങ്ങുമ്പോൾ സന്ധ്യയുടെ തണുപ്പിച്ചു നിൽക്കുന്ന കാറ്റിലൂടെയും ചെറിയ കുന്നുകളിലൂടെയും കടന്നു ആ പള്ളിയിലേക്ക് എത്തുന്ന വഴി, അതിനോട് ചുറ്റിപ്പറ്റിയ വനസമ്പത്ത് അതിശയിപ്പിക്കുന്നതായിരുന്നു. ഇഴഞ്ഞു പോകുന്ന പാതകളിൽ വനം ഇരുണ്ട തണലിൽ നിന്നും വെളിച്ചത്തിലേക്ക് മാറി. മുൻപേ തന്നെ ഒരു അപൂർവത തോന്നിപ്പിക്കുന്ന പാത. വലതുവശത്ത് പൊക്കമേറിയ മാവുകളും വൃക്ഷങ്ങളും, ഇടതുഭാഗത്ത് അകന്നൊഴുകുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങളും കുളിർമാഞ്ഞ പാറക്കെട്ടുകളും. മരങ്ങളുടെ ഇടവഴികളിലൂടെ വഴികളിൽ നട്ടുകാലാടി കളിക്കുന്ന കുരങ്ങന്മാരും ചെറുപക്ഷികളും ചിതറിപ്പറക്കുന്ന കാഴ്ചകളുമൊക്കെ ഒരു സർഗാനുഭവം തന്നെയായിരുന്നു. ഇടയ്ക്കൊക്കെ റോഡിൻ്റെ മധ്യത്തിൽ വണ്ടികളെ മനുഷ്യരെയോ കാത്തിരിക്കുന്ന പോലെ ഇരിക്കുന്ന കുരങ്ങന്മാരെ നോക്കി ഞാനൊന്നും ചിരിച്ചുപോയി. ഇവർക്കാണ് യഥാർത്ഥത്തിൽ ഈ വഴിയുടെ അടക്കാവകാശം. വണ്ടികളോ പാർക്കിലോ ഇല്ലാത്ത വഴികൾ. ഭയങ്കരമായ ഒരു ശാന്തതയുണ്ടായിരുന്നു. ഒറ്റയ്ക്കുള്ളവർക്ക് അതൊരു വിചിത്രമായ അനുഭവം തന്നെ. അവസാന കയറ്റം. പള്ളിയിലേക്കുള്ള അവസാന കാൽവെപ്പ്. ചില തവണ ഈ കയറ്റം ചവിട്ടുമ്പോൾ മനസ്സിലാവാറുണ്ടായിരുന്നു, ഈ പള്ളിയിലേക്കുള്ള യാത്ര മാത്രമല്ല, അതൊരു അനുഭവമാണ്. കൈകാലുകൾ അലസമായി നീണ്ടു. അത് ശയിപ്പിക്കുന്ന കാഴ്ചകളെ പിറകിലേക്ക് വിട്ട് അവസാനം പള്ളിയുടെ പരിസരത്തെത്തി. മുന്നിലൊരു കനൽപ്പാത്തി തുറന്നു കിടക്കുന്നു. മുകളിലേക്കുള്ള കാഴ്ച കണ്ടപ്പോൾ എൻ്റെ സ്വാശ്രയയാത്രകൾക്കൊക്കെ അർത്ഥം തളിരിട്ടു. കുന്നിൻമുകളിലെ ത്രീ കിങ്സ് ചർച്ച്. വെളുത്ത മതിൽ, പഴയൊരു പോർച്ചുഗീസ് ശില്പകലയുടെ അവശിഷ്ടങ്ങൾ. ഇരുണ്ട നിശബ്ദമായ ആ കെട്ടിടം തനിച്ചിരിക്കുന്നവരോട് ഒരു അദൃശ്യ ഭയവും അതേസമയം അതിശയവും നൽകുന്ന കാഴ്ച. പള്ളിയുടെ മുൻവശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അനന്തമായി പരന്നു ഗോവയുടെ മനോഹര ഹരിതൃണഭൂമി. പച്ചത്തലോടും നീലാകാശവും ഒന്നിച്ചു ചേർന്ന ഒരു സമവാക്യം. സമുദ്രത്തിൻ്റെ അകന്ന കാഴ്ചകൾ, ചെറുഗ്രാമങ്ങളിലെ കെട്ടിടങ്ങൾ, അകന്നെത്തുന്ന കാറ്റ്. ഭൂതപ്പള്ളി എന്നാൽ മനസ്സിനൊരു ശാന്തി. പലരും പറയും ത്രീ കിങ്സ് ചർച്ച് ഹോണ്ടഡ് ആണ്. എന്നാൽ ഞാൻ അതിനെ ഒരു ഭൂതകഥയുമായി നോക്കിയിരുന്നില്ല. ഈ ഒരു യാത്രാവസാനത്തിൽ മനസ്സിൻ്റെ ആഴത്തിൽ കയറിപ്പോകുന്ന ഒരു ദൃശ്യാനുഭവം എന്ന നിലയ്ക്കാണ് ഞാൻ അതിനെ കണ്ടത്. വരണ്ട് ധരിച്ച ഇടത്താവളത്തിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ നോക്കി നിന്നു. ഒരു യാത്രയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ അതിൻ്റെ അവസാനത്തോടു കൂടി കാണാം. എവിടെയോ വായിച്ചൊരു വാക്ക് ഓർമ്മയിൽ വന്ന പോലെ. വീണ്ടും പിന്നിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ലാത്തൊരു രഹസ്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഈ പള്ളി ഹോണ്ടഡ് ആകാം, പക്ഷേ ഹോണ്ടഡ് ആയത് ഭീതി കൊണ്ടല്ല, അതിൻ്റെ ശാന്തിയാൽ.